ഹായ്, ഇന്ന് നമുക്ക് നല്ല കോരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് കോരിക്കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതാ നല്ല ഫ്രഷ് കോരിയാണ്. അപ്പോൾ നമുക്ക് കോരി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇതിനകത്തൊരു ഉളുമ്പുണ്ടാവുമല്ലോ ഇതിൻ്റെ പുറത്തിങ്ങനെ. അപ്പോൾ അത് കാരണം എല്ലാവർക്കും പിന്നെ ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടൊക്കെ എല്ലാവർക്കും കോരി വെക്കാനൊക്കെ ആയിട്ടൊരു മടിയായിരിക്കും. അപ്പോൾ നമ്മളിന്ന് അതിനും കൂടി വേണ്ടിയിട്ടുള്ളൊരു ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം നമ്മൾ കോരി എടുക്കുക, എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് എടുക്കുക. എന്നിട്ട് നമ്മുടെ പാത്രത്തിൽ ഒത്തിരി വെള്ളം എടുത്തിട്ട് നമ്മൾ അതിനകത്ത് നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ, വാളംപുളി ഇച്ചിരി വെള്ളത്തിൽ നല്ലോണം മിക്സാക്കി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ കോരി അതിലേക്ക് എടുത്ത് വയ്ക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് ഓരോ കോരിയായിട്ട് എടുത്ത് വയ്ക്കാം. നല്ലോണം പുളിവെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് കുറച്ച് നേരം അങ്ങനെ എടുത്ത് വയ്ക്കുക കേട്ടോ. അങ്ങനെ എടുത്ത് വെച്ച് കഴിയുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് വന്ന് നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ കണ്ടോ കോരി ഒരുവിധം പുളിവെള്ളത്തിൽ കിടന്നിട്ട് നല്ല ക്ലീനായി കിട്ടും. ചിലവരിങ്ങനെ മറ്റേ പാത്രം കഴുകുന്ന സ്ക്രബ്ബറൊക്കെ വെച്ച് ഇങ്ങനെ ഉരയ്ക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പുളിവെള്ളത്തിൽ കുറച്ച് നേരം ഡിപ്പ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നല്ല നീറ്റായി കിട്ടും. എന്നിട്ട് നമ്മളിങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ ചുരണ്ടി എടുക്കുമ്പോൾ തന്നെ കണ്ടോ അതിൻ്റെ ഉളുമ്പ് പോകുന്നത് കണ്ടോ. അങ്ങനെ നല്ല ക്ലീനായി കിട്ടും കേട്ടോ. ഇതിനകത്ത് ഉളുമ്പ് ഇച്ചിരി കുറവാണ്. നല്ല കറുത്ത കളറൊക്കെ ആണെങ്കിൽ അതിങ്ങനെ പോകുന്നത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. കണ്ടോ നമ്മുടെ കത്തിയും പറ്റിയേക്കുന്നുണ്ടോ. നമുക്ക് വേറെ ഒന്നും ഇട്ട് ഉരയ്ക്കണ്ട. പുളിവെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് തന്നെ നല്ല ക്ലീനായി കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മുടെ കോരി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം, ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ കത്രികയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. കത്തി കൊണ്ടൊക്കെ കുറച്ച് പാടാണ്, അതിൻ്റെ മുള്ളും തലയൊക്കെ വെട്ടിയെടുക്കാനായിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കത്രിക ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കാരണം നല്ല ഫ്രഷ് കോരിയാണ്, നല്ല ചോരയൊക്കെ ഇപ്പോഴും പോയിട്ടില്ല. അപ്പോൾ നമുക്കത് കറി ഉണ്ടാക്കാം. പിന്നെ ഇന്ന് നമുക്ക് കോരിക്കറിയുടെ ഒപ്പം നല്ല കപ്പയുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല കപ്പയും കോരിക്കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമുക്ക് കപ്പ റെഡിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ കപ്പ എടുത്തിട്ടുണ്ട്. കപ്പയൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഒരു കപ്പയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഒരു ചെറിയ കപ്പ എടുത്തിട്ടുള്ളൂ. കുറച്ച് കപ്പയും കുറച്ച് മീൻ കറി, അങ്ങനെയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കപ്പ അതാ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കപ്പയും മീൻ കറിയൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലേ കപ്പയൊക്കെ. കപ്പയും തലക്കറിയും കപ്പയും മീൻ കറിയും ഒക്കെ അടിപൊളിയാണ് കഴിക്കാനായിട്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് കപ്പയും മീൻ കറിയൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ കപ്പ കട്ട് ചെയ്ത് എടുക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കപ്പയൊക്കെ നല്ല കപ്പയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വേവുന്ന കപ്പയാണ്, കയ്പൊന്നും ഇല്ലാത്ത കപ്പയാണ്. നമ്മൾ ഈ തൊലി പൊളിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും കപ്പ കഴിക്കുന്നതാണോ എന്നൊക്കെ. കാരണം തൊലി പൊളിക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് തൊലി പൊളിഞ്ഞ് പോരുന്നുണ്ടെങ്കിൽ കയ്പൊന്നുമില്ലാത്ത കപ്പയാണ്. പിന്നെ അങ്ങനെ തൊലി പറ്റി പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കയ്പുള്ള കപ്പയായിരിക്കും. അങ്ങനെ നമ്മൾ കപ്പ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തു. അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. അങ്ങനെ നമുക്കതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളിതാ മൂടി തുറന്ന് നോക്കിയപ്പോൾ കപ്പ നല്ല വെന്ത് വരുന്നേ ഉള്ളൂ. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് അങ്ങോട്ട് വേവിക്കണ്ട, കാരണം നമ്മൾ മീൻ കറിയും കൂട്ടി കഴിക്കാനല്ലേ, അതുകൊണ്ട് ഉടച്ച് നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ കപ്പയൊക്കെ വെന്തു. ഇനി നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് കാച്ചിയെടുക്കാം. അതിനായിട്ട് നമ്മളൊരു പാൻ വെച്ചു. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ. നമ്മളിതിനകത്ത് മുളക് പൊടി ഇടുന്നില്ല, മീൻ കറിയുടെ കൂടെ കഴിക്കാനായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ലോണം പൊട്ടി വന്നപ്പോൾ നമുക്കിതിൽ വേണ്ടത് കുറച്ച് ഉള്ളിയും കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ. പച്ചമുളക് നമ്മൾ നാടൻ മുളകാണ് എടുത്തത്. എരിവിനായിട്ട് മുളക് പൊടി ഇടാത്തതുകൊണ്ട് എരിവുള്ള മുളകാണ് എടുത്തിരിക്കുന്നത്. അതിട്ട് നല്ലോണം ഒന്ന് വഴട്ടിയെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കപ്പ അതിലേക്ക് ഇട്ട് കൊടുത്തു. കണ്ടോ, കപ്പ നല്ലോണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. നല്ല കപ്പയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതുപോലെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. നമ്മൾ മീൻ കറിയുടെ കൂടെ കഴിക്കാനായതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാറാണ് പതിവ്. അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്. ഇതിൻ്റെ ഒപ്പം മീൻ കറിയും കൂടി കൂട്ടി കടിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ
മീൻ കറിയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ മീനൊക്കെ നല്ല കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ കൂരിയുടെ മുട്ട കണ്ടോ, കൂരിമുട്ട. ഇതും നമ്മൾ മീൻ കറിയിൽ ഇടും കേട്ടോ. ഇതും കഴിക്കാൻ നല്ലതാണ്. പിന്നെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഐറ്റമാണ് നമ്മുടെ കൂരിയുടെ തല. കൂരിയുടെ തല അടിപൊളിയാണ് കഴിക്കാൻ, കൂരിത്തല. പിന്നെ കൂരിക്കറി നമ്മൾ ശരിക്കും തലേ ദിവസം വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമ്മളൊരു ചട്ടി, നമ്മളെപ്പോഴും മീൻ കറി വയ്ക്കുന്ന ചട്ടിക്കലത്തിലാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചട്ടി വെച്ചു. നമുക്കിനി വേണ്ടത് കുറച്ച് ഉള്ളി, കുറച്ച് സവാള, ഇഞ്ചി, തക്കാളി, കറിവേപ്പില, പച്ചമുളക്, ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ചട്ടി നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് മീൻകറി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു, വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്കതിനകത്തേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മളിടുന്നത് ഉള്ളിയും സവാളയാണ്. സവാള നമ്മൾ കുനുകുനാന്നാണ് അരിഞ്ഞിരിക്കുന്നത്. ഉള്ളിയുടെ അതേ ഒരു വലിപ്പത്തിൽ തന്നെയാണ് നമ്മൾ സവാള അരിഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ സവാള ഉള്ളി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കതൊന്ന് വഴട്ടിയെടുക്കാം. അപ്പോൾ ഈ സവാള വഴട്ടുന്ന സമയത്ത് ഉപ്പിട്ടാൽ അത് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഞാനിടാൻ മറന്നുപോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതും ഇട്ട് നമുക്കൊന്ന് വഴട്ടാം. എന്നിട്ട് നമുക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴട്ടിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളതൊന്ന് അത്യാവശ്യം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ തക്കാളിയും ചെറുതായിട്ട് തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്, പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാവരുടെയും നാട്ടിൽ ഇങ്ങനെയാണോ മീൻകറിയൊക്കെ വെക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ചില സ്ഥലത്ത് കടുകൊക്കെ പൊട്ടിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ കടുകൊന്നും പൊട്ടിക്കാറില്ല. ഇങ്ങനെയാണ് കേട്ടോ കറി വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതൊക്കെ വഴണ്ട് വന്നപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടില്ലായിരുന്നു. പുള്ളി ഇടുന്ന സമയത്ത് ഉപ്പിട്ടാൽ അത് പെട്ടെന്ന് വഴണ്ട് കിട്ടും. നമ്മളങ്ങനെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടു. എന്നിട്ട് നമ്മളത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. എല്ലാ പൊടികളും ഒരുമിച്ചിട്ടാൽ അത് കരിയും. അതുകൊണ്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ടു. മല്ലിപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടി ലാസ്റ്റ് ഇടുന്നത്. കാരണം മുളക് പൊടി ആദ്യം ഇട്ടാൽ ചിലപ്പോൾ കരിഞ്ഞു പോവും. അപ്പം നമ്മൾ അതുകൊണ്ട് മുളക് പൊടി ലാസ്റ്റ് ഇട്ട് എല്ലാത്തിൻ്റെയും പച്ചമണം പോകുന്ന വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തു. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒരു ഇത്തിരി കുറവുള്ള പോലെ തോന്നി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അങ്ങനെ നമുക്കതൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് നമുക്ക് മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളിതാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മീൻ കറിക്ക് എന്തോരം ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. മീൻ വേവാവുന്ന പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ വറ്റിച്ച കറിയാണ് വെക്കുന്നത്, അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കേണ്ട. മീൻ ജസ്റ്റ് ഒന്ന് വേവാനുള്ള എല്ലാം ഒന്ന് പിടിക്കാനുള്ള ഒരു വെള്ളം ഏകദേശം അളവനുസരിച്ചാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് നല്ലോണം തിളച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കുടംപുളിയാണല്ലോ സാധാരണ മീനിലിടുന്നത്. അപ്പം നമ്മൾ കുടംപുളി ചേർത്ത് കൊടുത്തു. അങ്ങനെ നമ്മൾ കുടംപുളിയൊക്കെ ഇട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ മീൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ മീൻ്റെ മുട്ടയാണ് കേട്ടോ ഇത്. പിന്നെ നമുക്കത് കൂരിയുടെ തലയാണ്, നല്ലോണം ക്ലീൻ ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന തല. അങ്ങനെ നമുക്ക് മീൻ അതിനകത്തേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ മീൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് നൈസായിട്ടൊന്ന് കയ്യിലോണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം കേട്ടോ. മീനൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ കുറച്ച് നേരം ഒന്ന് അത് മൂടി വയ്ക്കും. അപ്പോൾ നമ്മളിതാ കുറച്ച് നേരം മീൻ മൂടി വെച്ച് വേവിച്ചിട്ട് നമുക്കൊന്ന് മൂടി ഒന്ന് നൈസായിട്ട് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ നല്ലോണം തിള വന്നിട്ടുണ്ട്. മീനിൽ നമ്മുടെ പൊടികളും എല്ലാം പുളിയും എല്ലാം പിടിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ കുറച്ച് നേരം കൂടി ഇത് വെക്കണം, കാരണം നമുക്ക് മീൻ കുറച്ചും കൂടി വെള്ളം വറ്റിച്ചെടുക്കാനുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മുടെ മീനിലും വെള്ളമൊക്കെ വറ്റി നമ്മുടെ മീൻ കറി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയേ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ട്. നമ്മുടെ കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അത് കഴിച്ചാലോ. അപ്പോൾ കഴിക്കാനായിട്ട് ഒരു പാത്രം എടുത്തു, നമുക്കത് അതിനകത്തോട്ടേക്കൊന്ന് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുവാണ്. കണ്ടോ, കപ്പയും നല്ല സെറ്റായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ മീൻ കറിയും അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ
അപ്പോൾ ഞാൻ നല്ലത് തലക്കഷ്ണം തന്നെ നോക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്കതൊന്ന് കഴിച്ച് വയ്ക്കാമല്ലോ. അപ്പോൾ നമ്മുടെ കപ്പയും മീൻകറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരും കഴിക്കുന്നതാണല്ലോ അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.